നമസ്കാരം. സർക്കാർ പ്ലീഡർ നിയമനത്തെ ചൊല്ലി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയായ KSUവിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പരസ്യ അമർഷങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ മുഖ്യമന്ത്രി VD സതീശനുമായി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ നിർണായക കൂടിക്കാഴ്ച നടത്തി. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കുള്ള എല്ലാ കടുത്ത ആശങ്കകളും അമർഷങ്ങളും മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതായി അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. KSUവിന്റെ വികാരവും സംഘടനാ സ്പിരിറ്റും പൂർണ്ണമായും ഉൾക്കൊണ്ട് സംസ്ഥാന സർക്കാർ വിഷയം പോസിറ്റീവായി പരിഗണിച്ച് അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണ നേതൃത്വത്തിലും UDF മുന്നണിയിലും KSUവിന് പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി. ഒരിക്കൽ KSU പ്രവർത്തകനായി തെരുവിലിറങ്ങിയാൽ അവർ ജീവിതാവസാനം വരെയും KSUക്കാരനായി തന്നെ നിലകൊള്ളും. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ബാക്കി നിർണായക തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് സർക്കാരാണെന്ന് അലോഷ്യസ് അഭിപ്രായപ്പെട്ടു. ഈ വിഷയത്തിന്റെ യഥാർത്ഥ മെറിറ്റോ സംഘടനാപരമായ ന്യായങ്ങളോ പരിശോധിക്കാതെയാണ് സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിലുള്ള വലിയ ചർച്ചകൾ ഉയർന്നു വന്നത്. ഇത് തങ്ങളുടെ കൂടി സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ പൊതുജനമധ്യത്തിൽ മോശമാക്കുന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളാണ് വരുന്നത്. വിഷയം ഇനി ഗൗരവമായി പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി മാത്രമാണ്. സർക്കാർ എന്തായിരിക്കും അന്തിമമായി തീരുമാനിക്കുക എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്നും അലോഷ്യസ് പറഞ്ഞു. ഇത് തങ്ങളുടെ സർക്കാരാണെന്നും തങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്നും ആവർത്തിച്ച അദ്ദേഹം നിർണായകമായി കൂടിക്കാഴ്ചയിൽ പൂർണ്ണ തൃപ്തനാണെന്നും അറിയിച്ചു. നിയമന വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി ക്ഷമയോടെയും സഹാനുഭൂതിയോടെയും കേട്ടിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് ഭരണകൂടമാണ്. സംഘടനയുടെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള തിരുത്തലുകൾ ഉണ്ടാകുമെന്നാണ് KSU വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സർക്കാരിനെതിരെ KSU ഒരു തുറന്ന പോരിനിറങ്ങുന്നു എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗവൺമെന്റ് ലീഡറായി നിയമിക്കപ്പെട്ട ജിയോണ ജെയിംസ് മുൻപ് SFIക്കാരി എന്ന നിലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെ അവരെ പദവിയിൽ നിന്നും അടിയന്തരമായി മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും KSU അധ്യക്ഷൻ സ്ഥിരീകരിച്ചു. അതേസമയം പ്ലീഡർ നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് തിരുത്തി പിന്നോട്ട് പോകുമോ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. പരാതി ഉയർന്ന ജിയോണ ജെയിംസ് തുടരുമോ അതോ പട്ടികയിൽ വൻ അഴിച്ചുപണി വരുത്തി KSUവിനെ തൃപ്തിപ്പെടുത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. വിഷയത്തിൽ കോൺഗ്രസിലും മുന്നണിയിലും ഭിന്ന നിലപാടുകൾ ശക്തമായി നിലനിൽക്കുമ്പോൾ തീരുമാനം മാറ്റുന്നത് മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു മാറ്റത്തിന് സതീശൻ തയ്യാറായേക്കില്ലെന്ന നിഗമനമുണ്ട്. ജിയോണയെ മാറ്റുന്ന കാര്യത്തിൽ KSU നേതൃത്വത്തിന് ഉറപ്പൊന്നും മുഖ്യമന്ത്രി നൽകിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്ക് ഔദ്യോഗിക അനുമതി നൽകിയത്. നേരത്തെ പരാതി നൽകാൻ ശ്രമിച്ചിട്ട് മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ലെന്ന KSUവിന്റെ പരിഭവം നിലനിന്നിരുന്നു. കൊച്ചിയിലെ SH കോളേജിലെ പരിപാടിക്കിടെ അലോഷ്യസ് സേവ്യരെ കണ്ടിട്ടും മുഖം കൊടുക്കാതെ കടന്നുപോയത് വലിയ വാർത്തയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നടന്ന കൂടിക്കാഴ്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രാധാന്യമാണ് നേടിയിരുന്നത്. എന്തായാലും അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു. ഇരുവരും തമ്മിൽ കടുത്ത ശത്രുതയാണ് എന്നും KSUവും UDF മുന്നണിയും വഴിവിട്ട് സഞ്ചരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾക്കൊക്കെ മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയെ കാണേണ്ടുന്നത്. അങ്ങനെ തന്നെയാണ് അലോഷ്യസ് സേവ്യർ നൽകുന്ന വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.